ഓക്കെ ബാക്ക്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഇത് ആണ് നമ്മുടെ വേണ്ടുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്നും ഇത് തന്നെയാണ് ടാൻജന്റിന്റെ ഇക്വേഷൻ എന്നും. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. കുറേ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ടല്ലോ, അതായത് എന്താ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കൂടെ ഒരു ലൈൻ വരച്ച്, ഓക്കെ, ആ ലൈനിന്റെ ഇക്വേഷൻ ഇപ്പൊ ടാൻജന്റ് ആണ്, ലൈൻ വരയ്ക്കാൻ 2 കണ്ടീഷൻ ഉണ്ട്. ഇത് കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വന്ന വഴി ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മറന്നെങ്കിൽ ഒന്നുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമ്മൾ ഏറ്റവും ആദ്യം, ഓക്കെ, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് എടുത്താം. നമ്മൾ ഏറ്റവും ആദ്യം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ട്രൈ ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എ ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ടേമിലെത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഇ എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പം ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പോയി. കണ്ടുപിടിക്കാൻ പോയപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു. ഓക്കെ, ആ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എച്ച് ടെൻസ് ടു 0 ആവുക. അപ്പൊ നമ്മൾ 0യോട് ഒരുപാട് അടുത്തപ്പോൾ എന്ത് പറ്റി, എക്സ്പോണൻഷ്യൽ ടേം വലുതായിട്ട് കൂടി വന്നു. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ആ മെത്തേഡ് ഇൻഎഫിഷ്യന്റാ. അപ്പൊ എന്ത് ചെയ്ത്, വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്, ടെയ്ലർ സീരീസ് എന്ന് അതിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടെയ്ലർ സീരീസ് എന്താ നമ്മൾ ഇങ്ങനെ പറയാൻ വന്നത്. ഓക്കെ, എന്നിട്ട് ടെയ്ലർ സീരീസിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു. അപ്പൊ ടെയ്ലർ സീരീസ് എങ്ങനെയാ വരുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു, അതായത് ആദ്യം തന്നെ ടെയ്ലർ സീരീസ് എന്തിനാന്ന് ഞാൻ പറഞ്ഞു. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവുകളെയോ ഫംഗ്ഷനുകളെയോ സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ടെയ്ലർ സീരീസ് ഉപയോഗിക്കുന്നത്. അതായത് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. നമ്മൾ ഈയുടെ എക്സിന്റെ അവിടെ വാല്യൂസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എക്സ്പോണൻഷ്യലി അത് കൂടി വന്നുകൊണ്ടിരിക്കുക. സോ അതിന്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ടൈംസ് കൂടും. അപ്പൊ എന്ത് പറ്റും, പക്ഷെ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും രീതിയിലാക്കിയാൽ എന്ത് പറ്റും, അതായത് ആ ഫംഗ്ഷനെ മൊത്തം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വേറെ മാത്തമാറ്റിക്കൽ എന്താണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആക്കി എന്ത് പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അതാണ് ടെയ്ലർ സീരീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടെയ്ലർ സീരീസിന്റെ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് തന്നെ കാണിച്ചു തന്നു. ഇ റേസ് ടു എക്സിന്റെ എങ്ങനെയാണ് അത്രയും വലിയ കമ്പ്യൂട്ടേഷൻ, ഏതാണ്ട് 10 കോടി കമ്പ്യൂട്ടേഷൻ വരുന്നതും 10 സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതും തൊട്ട് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താ, ടെയ്ലർ സീരീസ് എങ്ങനെ ഇനി വരുന്നതെന്നാ പറയാൻ പോന്നേന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളിവിടെ തപ്പി വന്നേക്കുന്നത് ടെയ്ലർ സീരീസിനെ. അതായത് ബേസിക്കലി നമ്മൾ വന്ന ഉദ്ദേശം മറന്നുപോയില്ലേ, നമ്മുടെ കയ്യിലൊരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഉണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നല്ല ഹെവി കമ്പ്യൂട്ടേഷൻ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം, അതേ ഫംഗ്ഷനെ സിമ്പിൾ മാത്തമാറ്റിക്കൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമുക്ക് വേണം. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ, അതായത് ആ ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും സെയിം ആയിരിക്കും. അതായത് മറ്റേ ഫംഗ്ഷൻ എന്താണോ ഒരു പോയിന്റ് റിട്ടേൺ ചെയ്യുന്നത് അതേ കാര്യം തന്നെ ആയിരിക്കും ടെയ്ലർ സീരീസും അതേ പോയിന്റ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ടെയ്ലർ സീരീസ് സിമ്പിളാ. ഇതാണ് നമുക്ക് ആക്ച്വലി വേണ്ടുന്നത്. ഓക്കെ, അപ്പം പലർക്കും ഇവിടെ തോന്നാൻ പോകുന്ന ക്വസ്റ്റ്യനാ, പിന്നെ എങ്ങനെയാ നമ്മുടെ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പോയിന്റ് വന്ന ഒരു എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എന്തിനാ നമ്മൾ അതുവഴി ലൈൻ വരച്ചേ? പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഒരു ഫംഗ്ഷൻ, സപ്പോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എടുക്കുക, യു പോലിരിക്കുന്ന കർവ്. നമ്മൾ അതിൻ്റെ അകത്ത് 2 എന്ന് പറഞ്ഞ പോയിന്റിലെ വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. 2ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം 4. പക്ഷെ 2.001 വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, അല്ലെ ഇച്ചിരി എളുപ്പമായിരിക്കും അല്ലേ, കാരണം 4.00001 എന്ന് കണ്ടു കിട്ടുമല്ലോ. പക്ഷെ 1.99 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, ഓക്കെ നമുക്കറിയാം 1.99 എന്തായാലും 2ന് ചെറുതാ. അപ്പൊ 2ന്റെ സ്ക്വയർ 4നേക്കാട്ടി ചെറുതായിരിക്കും 1.99. ചെറുതാന്ന് മാത്രം അറിയാം, എക്സാക്ട് വാല്യൂ അറിയാം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് വേണം, എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞ് ആ മെത്തേഡാണ് ആ പോയിന്റിൽ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ആ വൈ വാല്യൂ സെയിം ആയിരിക്കണം. ഓക്കെ, അതേ സ്ലോപ്പിൽ ആ ലൈനിന്റെ ആ ഫംഗ്ഷന്റെ മീൻസ് ആ പോയിന്റിൽ ആ ലൈനിന്റെ ആ ഫംഗ്ഷന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ടെയ്ലർ സീരീസ് ആയിട്ട് എങ്ങനെയാ മാച്ച് ആകാൻ പോകുന്നത്, ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ടെയ്ലർ സീരീസ് എന്ന് പറയുന്നത്, അതായത് ടെയ്ലർ സീരീസ് ഓഫ്
ആൻ ഇക്വേഷൻ. ഓക്കെ, ടൈലർ സീരീസ് ഓഫ് ആൻ ഇക്വേഷൻ. അതായത് നമ്മൾ പറയുന്നത് എങ്ങനെ, e⁻x ടൈലർ സീരീസ് എന്നാ. ഓക്കെ, അപ്പൊ എന്താണ്, ഓരോ ഫംഗ്ഷൻസിനുമാണ് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ടൈലർ സീരീസ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഫംഗ്ഷന്റെ ടൈലർ സീരീസ് ആ ഫംഗ്ഷന്റെ എക്സാക്ട് റെപ്ലിക്ക ചെയ്യുക, അതായത് ആ ഫംഗ്ഷനെ വേറൊരു രീതി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒറിജിനൽ ഫോമിൽ അതിന്റെ കമ്പ്യൂട്ടേഷനും എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ അതിനെ ടൈലർ സീരീസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ എന്ത് പറ്റും, നമുക്ക് സിമ്പിളർ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സാക്ട് റെപ്ലിക്ക എന്ന് പറഞ്ഞു. ഓക്കെ, എക്സാക്ട് റെപ്ലിക്ക ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടി എന്താ, നമ്മൾ ഒറിജിനൽ ഫംഗ്ഷനിൽ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ ടൈലർ സീരീസ് എക്സിന് അതേ വാല്യൂ ഇട്ട് കൊടുത്താൽ രണ്ടും തരുന്ന വാല്യൂ സെയിം ആയിരിക്കണം. കാരണം എക്സാക്ട് റെപ്ലിക്ക ചെയ്യാന്നല്ലോ. ഓക്കെ, അതായത് ഒറിജിനൽ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണോ വൈ എന്ന് പറഞ്ഞ് കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും നമ്മൾ ടൈലർ സീരീസിൽ എക്സിന് അതേ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബട്ട് ടൈലർ സീരീസ് എന്ന് പറയുന്നത് സിമ്പിളർ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഓരോ പോയിന്റിലെ നമ്മുടെ ഫംഗ്ഷന്റെ അതേ വാല്യൂ തന്നെ ടൈലർ സീരീസ് നമുക്ക് റിട്ടേൺ ചെയ്യും, അല്ലേ? പക്ഷെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താ, നമുക്ക് വേണ്ടുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞ. ഓക്കെ, ആ ഒരു പോയിന്റിൽ മാത്രം നമുക്ക് കിട്ടണേ എന്ത് വേണമെന്ന് പറഞ്ഞ്, ആ പോയിന്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെന്ന് പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താ, സ്ട്രെയിറ്റ് ലൈൻ സിമ്പിളറാ കാൽക്കുലേറ്റ് ചെയ്യാൻ, കാരണം അതിന്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിമാ. അത് മാത്രമല്ല, അങ്ങനെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ടാൻജന്റ് വാ. സ്ട്രെയിറ്റ് ലൈൻ സിമ്പിളർ ആയതുകൊണ്ടാണ് നമുക്ക് ആ പോയിന്റിലെ കണ്ടുപിടിക്കാൻ വേണ്ടി അത് എടുക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് ടൈലർ സീരീസ് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് എന്താ, നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷന് ഓരോ പോയിന്റിലെ അതേ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. പക്ഷെ നമ്മളിവിടെ ലൈൻ വരച്ച് കണ്ടുപിടിച്ച എന്താ, ആ ഒരു ഒറ്റ പോയിന്റിൽ. അതാ വ്യത്യാസം. ശ്രദ്ധിച്ചു കേൾക്ക്, ടൈലർ സീരീസ് എല്ലാ പോയിന്റിലും നമുക്ക് തരും. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ ഈ വരച്ച ലൈനിന്റെ പ്രത്യേകത എന്താ, ഈ ലൈന് ഒറ്റ പോയിന്റിലേ തരും. ഓക്കെ, അത് മനസ്സിലായില്ലേ? അത് ഞാൻ ജസ്റ്റ് വിഷ്വലി ഒന്ന് കാണിച്ചു തരാം. ഇതല്ല നമ്മൾ എടുത്ത ലൈൻ. ഓക്കെ, ഇതിന്റെ നമ്മൾ ഇവിടെ വരച്ച് നമ്മുടെ ഇൻട്രസ്റ്റഡ് പോയിന്റ് ഏതാ, 1. ഓക്കെ, ഈ ലൈനും കൊണ്ടുള്ള ഒരേ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഈ ലൈനിന് ഈ 1ലുള്ള വാല്യൂ മാത്രമേ തരാൻ പറ്റൂ. ഓക്കെ, വേറെ ഏത് വാല്യൂ ചോദിച്ചാലും ഈ ലൈനെ കൊണ്ട് തരാൻ പറ്റത്തില്ല. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ലൈൻ എന്താ വന്ന് ഇവിടെ അല്ലേ ക്രോസ് ചെയ്യുന്നത്, ഈ പോയിന്റിൽ എക്സും വൈയും സെയിമാ. ഓക്കെ, ഇനി ഞാൻ ലൈനിൽ നിന്ന് മൂവ് ചെയ്യുന്നതനുസരിച്ച് എക്സും വൈയും ഡീവിയേറ്റ് ആവുന്നുണ്ടോ, ഇത് മേളിലത്തെ എക്സും കറസ്പോണ്ടിങ് എക്സും വൈയും നോക്ക്, താഴത്തെ എക്സും വൈയും നോക്ക്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കണ്ടോ. എക്സാക്ട് മേളിലും താഴെയും തമ്മിൽ നോക്കിയാൽ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് വൈ വാല്യൂല്. അതായത് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ, ഈ പോയിന്റിൽ രണ്ടിനും എക്സ് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന വൈ വാല്യൂസ് ഡിഫറൻറ്റാ. ഇവിടെ 1.2000 ആയ ബ്ലൂ ലൈൻ തരുന്നെങ്കിൽ ഇവിടെ 1.2100 തരുന്നത്. ഓക്കെ, വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇതാ നോക്ക്, ഈ പോയിന്റ് എത്തി 1.200 നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ആക്ച്വൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന 1.400. പക്ഷെ താപ്പോട്ട് വന്നാലോ, ഇത് നോക്ക്, ബ്ലൂ ലൈൻ എന്താ തരുന്നതെന്ന് കണ്ടോ, വ്യത്യാസം കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നോക്ക്, ഇതാ ഞാൻ ഇവിടെ എത്തി, ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു 1.5. ഇവിടെ വൈ വാല്യൂ എത്ര, 2.2500. നേരെ താപ്പോട്ട് വാ, ഇവിടെ എന്താ, ഇവിടെ എക്സ് വാല്യൂ 1.500 വന്നപ്പോൾ ഇവിടുത്തെ വൈ വാല്യൂ എന്താ, 2. നല്ല വ്യത്യാസമുണ്ട് നോക്ക്. ഇവിടെ 2.250 ആണെങ്കിൽ ഇവിടെ 2 ആ കിട്ടിയത്. ഇത് ഇങ്ങനെ പോകുന്ന എന്താ വെച്ചാൽ മാറിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഈ പോയിന്റ് തന്നെ 1850 ചെക്ക്. അവിടെ വൈയുടെ വാല്യൂ എന്തോ നോക്ക്, അതേ സാധനം തന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ വൈയുടെ വാല്യൂ എന്തോ നോക്ക്, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് വിഷ്വലി തന്നെ നോക്കുതാണ്ട, ഇങ്ങനെ വരച്ച് വരിക. ഓക്കെ, ഈ പോയിന്റിൽ രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ആ പോയിന്റിൽ അവർ സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷെ പോകുന്നതനുസരിച്ച് ഇത് ഇങ്ങോട്ടും, ഈ റെഡ് ലൈൻ ഇങ്ങോട്ടും, ഈ ബ്ലൂ ലൈൻ ഇങ്ങോട്ടും പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ലോജിക്കലി ഒന്ന് ആലോചിക്കും, ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഇവിടെ നമ്മൾ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് വേറൊരു വൈ വാല്യൂ കിട്ടും. കാരണം ആ പോയിന്റ് ഇരിക്കുന്ന ഇവിടെ, പക്ഷെ ഇവിടെ അതേ സമയത്ത് ഇവിടെ എക്സിന് ഇട്ട് കൊടുത്താൽ ഇവിടെ കിട്ടുന്ന വൈ ഡിഫറൻസ് ആയിരിക്കും. കാരണം ആ പോയിന്റ് ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റുവാ. ഓക്കെ, എൻറ്റയർലി ഡിഫറൻറ്റാ. അതിന്റെ അർത്ഥം എന്താ, അതായത് ഈ ഒരു ലൈൻ വരച്ചാൽ നമ്മൾ ഏത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണോ വരച്ചത് അവിടുത്തെ മാത്രം വൈ വാല്യൂ സെയിം ആവത്തുള്ളൂ രണ്ടിനും. ഓക്കെ, അതായത് ഈ പോയിന്റ് മാത്രം നമുക്ക് സെയിം ആയി കിട്ടുമെന്ന്. ഓക്കെ, തിരിച്ച് നമ്മുടെ ഇതിലോട്ട് വാ. ഓക്കെ,
ഇപ്പൊ നമുക്ക് ആ മനസ്സിലായ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താ ഒരിക്കലും മറന്നുപോയില്ല. അതായത് ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും സെയിം റിസൾട്ട് തന്നെ തരും. കാരണം എക്സാക്ട് റെപ്ലിക്ക എന്നല്ല. പക്ഷെ ഈ ലൈൻ വരച്ചുകൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ എന്ത് വേണം? ആ ഏത് പോയിന്റിലാണോ വരച്ച അവിടെ മാത്രം നമുക്ക് കിട്ടും. ഇനി ചോദിക്കല്ല എന്തിനാ ഈ ലൈൻ വരച്ചതെന്നും. അതായത് നമുക്കിപ്പോ ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഈ പറഞ്ഞ റൂട്ട് ഏതോ ഒരു 1.99 എന്നൊക്കെ പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷന്റെ എക്സിൽ കൊണ്ട് ഈ 1.99 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചിലപ്പോൾ അതൊക്കെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അത് ഇപ്പൊ ആലോചിച്ച് നോക്കും, ഫംഗ്ഷൻ ഇങ്ങനെ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 1.99 ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന വാല്യൂ ഒരു 5 ആണ്. അപ്പം ആ പോയിന്റിൽ റിസൾട്ട് എന്തായിരിക്കും? 5 റേസ് ടു 1.99. ആലോചിച്ച് നോക്ക്, 5 റേസ് ടു 1.99. അത് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അതായത് 5 റേസ് ടു 2ന്റെ കൂട്ടല്ലല്ലോ 5 റേസ് ടു 1.99. ഇച്ചിരി ഡിഫിക്കൽട്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആ 1.99 സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ പോയിന്റിൽ ആ ലൈനും ആ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ വാല്യൂസ് സെയിം ആയിരിക്കും. ഓക്കെ, സ്ലോപ്പും സെയിം ആയിരിക്കും. അങ്ങനെ വരയ്ക്കാൻ പറ്റിയ ഒറ്റ ലൈനുള്ള ടാൻജന്റും എന്ന് പറഞ്ഞു. അവിടെ എന്താ? അവിടെ രണ്ടിന്റെ വൈ വാല്യൂ സെയിം ആയിരിക്കും. അങ്ങനെ വൈ വാല്യൂ സെയിം ആവുന്നതിന്റെ ഗുണം എന്താ? അതായത് മറ്റേ ഫംഗ്ഷനിൽ നമ്മൾ എ റേസ് ടു എക്സ്, അതായത് 5 റേസ് ടു 1.99 ഇടുമ്പോൾ കിട്ടുന്ന അതേ വൈ വാല്യൂ തന്നെ ആയിരിക്കും ഈ സ്ട്രെയിറ്റ് ലൈനിലെ ആ പോയിന്റിലെ വൈ വാല്യൂ. അത് നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈനുകൾ സിമ്പിളാ. ഈ എ റേസ് ടു എക്സ് പോലൊന്നും ഇരിക്കത്തില്ല. y ഈക്വൽ ടു mx പ്ലസ് ബിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ലോ ഫോം പോലെ ഇരിക്കും. ഓക്കെ, നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. നമുക്ക് ഈ പറഞ്ഞതിനോട്ട് എക്സ്പോണൻഷ്യൽ കമ്പ്യൂട്ടേഷൻ ഒന്നും ഇല്ല. ഒരു ലൈനിന്റെ അകത്ത് എക്സും വൈയോ അല്ലെ എക്സ് നമുക്ക് എന്താണെന്ന് അറിയാമെങ്കിലോ ഇന്റർസെപ്റ്റ് നമുക്ക് എന്താണെന്ന് അറിയാമെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് അറിയാമെങ്കിലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വൈ വാല്യൂ കിട്ടുക. ഈ പറഞ്ഞിട്ട് കമ്പ്യൂട്ടേഷൻ ഒന്നും വേണ്ട. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ലാസ്റ്റ് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു? ടൈലർ സീരീസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പോയിന്റിലും സെയിം വാല്യൂ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഒറ്റ പോയിന്റിൽ മാത്രമേ കിട്ടൂ. ഇതാണ് ആ കീ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എല്ലാ പോയിന്റിലും കയറി അങ്ങ് വരച്ചാൽ പോരെ. അതായത് ടൈലർ സീരീസ് എല്ലാ പോയിന്റിലും കിട്ടും. ഓക്കെ, പക്ഷെ ഒരു സിംഗിൾ ലൈൻ വരച്ചാൽ, അതായത് ആ പോയിന്റിൽ ടാൻജന്റ് തൊട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ആ പോയിന്റിലെ ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലെ മാത്രമേ കിട്ടൂ. എന്നാ പിന്നെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ, എന്നാ പിന്നെ എല്ലാ പോയിന്റിലും ടാൻജന്റ് വരച്ചുകൂടെ എന്ന്? ഇമ്പോസിബിൾ. അതായത് ഇമ്പോസിബിൾ എന്നല്ല, നോട്ട് പ്രാക്ടിക്കൽ. അതായത് ഇപ്പം നമ്മൾ ഒരു രണ്ട് നമ്പർ എടുത്ത് 1 ഉം 2, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? 1ന്റെയും 2 അല്ല, 1 ഉം 3. 1ന്റെയും 3ക്ക് ഇടയ്ക്ക് എന്തോ നമ്പേഴ്സ് ഉണ്ട്, 2 മാത്രമേ ഉള്ളൂ അല്ല. വീണ്ടും മുറിക്ക് 1.1, 1.2, 1.3, 1.4 അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. വീണ്ടും മുറിക്ക് 1.11, 1.12, 1.13 അങ്ങനെ വരും. വീണ്ടും മുറിക്ക് 1.1112, 1.3 അങ്ങനെ നമുക്ക് ഇൻഡെഫിനറ്റ് ആയിട്ട് മുറിക്കാം. അതാണ് നമ്മുടെ ലിമിറ്റിന്റെ കോൺസെപ്റ്റും. നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പോയിന്റിലും കൊണ്ട് ടാൻജന്റ് വരച്ച് കളിച്ചുകൊണ്ടേയിരിക്കുക. അത് എന്താ ഇൻഎഫിഷ്യന്റ് ആണ്, പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, പക്ഷേങ്കിൽ അവിടാണ് നമ്മൾ ശരിക്കും ടൈലർ സീരീസ് വരുന്നത്. ഈ ടൈലർ സീരീസ് ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെ. ഇത് എല്ലാ പോയിന്റിലും ടാൻജന്റുകൾ സെയിം ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പറഞ്ഞു തരാം. നേരെ വാ.